നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 2 തിങ്കളാഴ്ചയാണ്. ഇന്നലെ ബഡ്ജറ്റ് ദിവസം ഞായറാഴ്ച മാർക്കറ്റ് ഓപ്പൺ ആയിരുന്നു. വലിയൊരു ആഘാതമാണ് ഇന്നലെ നമുക്ക് മാർക്കറ്റിൽ നിന്നുണ്ടായത്. യൂണിയൻ ബഡ്ജറ്റ് കഴിഞ്ഞതോടെ ഇന്ത്യൻ ഓഹരി വിപണികളിൽ വൻ ഇടിവാണ് നമ്മൾ കണ്ടത്. സെൻസെക്സ് ഏകദേശം 1500 പോയിന്റ്സിലധികം ഇടിഞ്ഞു. ഇടിവിന്റെ പ്രധാനപ്പെട്ട കാരണം സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ട്രേഡിംഗിൽ കുത്തനെ വർദ്ധിപ്പിച്ചതാണ്. ഫ്യൂച്ചേഴ്സിൽ STT 0.02% നിന്ന് 0.05% ഉയർത്തി. ഓപ്ഷൻസ് പ്രീമിയം STT 0.10% നിന്ന് 0.15% ഉയർത്തുകയുണ്ടായി. അതോടെ ക്യാപിറ്റൽ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളെല്ലാം ഇടുകയുണ്ടായി. MCX, ഏഞ്ചൽ 1, BSE, CDSL തുടങ്ങിയ സ്റ്റോക്കുകൾ വലിയ ഇടിവിലേക്ക് പോയി. ഇത് ബഡ്ജറ്റ് ദിനത്തിലെ 2020 ശേഷമുള്ള ഏറ്റവും മോശം പ്രകടനം കൂടിയായിരുന്നു. ഏതായാലും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ വാർത്തകളിലേക്കും വരാം. അതിന് മുന്നേ നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്ക് വരാം. ആദ്യമായി ഇന്നലെ ബഡ്ജറ്റ് ഡേയിൽ ഉണ്ടായ വലിയ ആ ഒരു ഇടിവ് കണ്ട് ആരും തന്നെ മാർക്കറ്റ് ഇനി അങ്ങനെ ആയിരിക്കും എന്ന് തെറ്റിദ്ധരിക്കരുത്. മാർക്കറ്റിൽ ചെറിയ രീതിയിലുള്ള ഫോളൊക്കെ ഇനിയും വരാം. പക്ഷേ എന്നിരുന്നാലും മാർക്കറ്റ് ഇന്നലെ വീണത് ടാക്സുമായി ബന്ധപ്പെട്ട ആ ഒരു ഷോക്ക് കൊണ്ട് തന്നെയാണ്. ഇന്നലെ നിരവധി സെക്ടറുകൾ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ഫോക്കസിൽ വരേണ്ടതായിരുന്നു. പക്ഷേ ഈ ഒരു ടാക്സ് വർദ്ധിപ്പിച്ചത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ കാരണമാണ് ഈ സെക്ടറുകളൊന്നും നന്നായി പെർഫോം ചെയ്യാതിരുന്നത്. ഈ ബഡ്ജറ്റൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരു നല്ല ബൗൺസ് ബാക്ക് ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഏതൊക്കെ സെക്ടേഴ്സിനാണ് ഇപ്പോഴത്തെ ഈ ഒരു ബഡ്ജറ്റ് നേട്ടമുണ്ടാക്കുക, ഏതൊക്കെ സെക്ടേഴ്സാണ് പ്രഷറിൽ ഉണ്ടാവുക എന്ന് നോക്കാം. ആദ്യം ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറാണ് ബഡ്ജറ്റിൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. ഗവൺമെൻറ് ക്യാപിറ്റൽ ഔട്ട്ലേ ആയിട്ട് ഇയർ ഓൺ ഇയറിൽ 11% വർധനവാണ് വന്നിരിക്കുന്നത്. 12.2 ലക്ഷം കോടി രൂപയിലാണുള്ളത്. ഇൻഫ്രാസ്ട്രക്ചറിൽ 47% ഓഹരിയും റോഡ്, റെയിൽവേ വിഭാഗങ്ങൾക്കാണ്. ഇനി L&T, IRB, കൽപ്പതാരു പ്രൊജക്ട്സ് പോലുള്ള ഓഹരികൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു സെൻറ്റിമെൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അടുത്തതായി ഫാർമ ഹെൽത്ത് കെയർ സെക്ടറാണ്. ബഡ്ജറ്റ് 2026 ഹെൽത്ത് കെയർ അലോക്കേഷനിൽ 10% വർധനവാണ് വന്നിരിക്കുന്നത്. 1.1 ലക്ഷം കോടി രൂപയിലാണ് ഇപ്പോൾ ബഡ്ജറ്റ് അലോക്കേഷൻ ഹെൽത്ത് കെയറിൽ ചെയ്തിരിക്കുന്നത്. ഫാർമ സ്റ്റോക്കുകളെ സംബന്ധിച്ച് ഷോർട്ട് ടേമിലേക്ക് ഒരു പോസിറ്റിവിറ്റി കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ലോങ് ടേമിലേക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണിത്. ഇനി അടുത്തതായി ബാങ്കിങ്, ഫൈനാൻഷ്യൽ സ്ഥാപനങ്ങളെക്കുറിച്ചാണ്. വികസിത് ഭാരത് 2027 എന്ന ലക്ഷ്യം നേടാൻ ശക്തമായിട്ടുള്ള ബാങ്കിങ് NBFC സെക്ടർ അനിവാര്യമാണെന്ന് ബഡ്ജറ്റിൽ പറയുകയുണ്ടായി. ഇതിൻ്റെ ഭാഗമായി ഒരു ഹൈ ലെവൽ കമ്മിറ്റി രൂപീകരിക്കുന്നു. ഇനി പ്രത്യേകമായി കാണേണ്ട മറ്റൊരു കാര്യം കൂടിയുള്ളത് PFC, REC തുടങ്ങിയ കമ്പനികളെ റീസ്ട്രക്ചർ ചെയ്യുന്നു. 2 വലിയ PSU NBFCയെ റീസ്ട്രക്ചർ ചെയ്യാനുള്ള പ്രപ്പോസൽ ഉണ്ട്. ഏതായാലും ബാങ്കിങ് സ്റ്റോക്കുകൾ ഇതിനോട് നെഗറ്റീവായിട്ടാണ് റിയാക്ട് ചെയ്തത്. കൂടാതെ STT ഹൈക്ക് F&A സെഗ്മെൻറ്റിലുള്ള ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ ബാധിക്കും എന്നുള്ള ഒരു പേടി കൂടി ഇൻവെസ്റ്റേഴ്സിന് ഉണ്ടായിരുന്നു. അടുത്തത് ടെക്സ്റ്റൈൽ മേഖലയാണ്. ടെക്സ്റ്റൈൽ സെക്ടർ കഴിഞ്ഞ ഒരു വർഷമായി US താരിഫ്, ഗ്ലോബൽ സ്ലോ ഡൗൺ കാരണം വലിയ പ്രഷറിലായിരുന്നു. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ട്രേഡ് ഡീലിൽ വലിയ ഒരു പോസിറ്റിവിറ്റി ഈ സെഗ്മെൻറ്റിന് ലഭിച്ചതാണ്. ഇന്നലെ ബഡ്ജറ്റിൽ ടെക്സ്റ്റൈൽ മേഖലയെ സംബന്ധിച്ച് ഇൻ്റഗ്രേറ്റഡ് ടെക്സ്റ്റൈൽ പ്രോഗ്രാം, മെഗാ ടെക്സ്റ്റൈൽ പാർക്ക്, മഹാത്മാഗാന്ധി ഗ്രാം സ്വരാജ് ഇനീഷ്യേറ്റീവ്, എക്സ്പോർട്ട് ടൈം ലൈൻ എക്സ്റ്റൻഷൻ തുടങ്ങിയവയൊക്കെയായിരുന്നു. ഈ ടെക്സ്റ്റൈൽ മേഖലയിൽ മിഡ് സ്മോൾ ടെക്സ്റ്റൈൽ സ്റ്റോക്കുകൾക്ക് ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ട്രെൻഡിനുള്ള സാധ്യതയാണ് ബഡ്ജറ്റ് സൂചിപ്പിക്കുന്നത്. അടുത്തതായി മറ്റൊരു പ്രധാനപ്പെട്ട സെക്ടറാണ് ഡിഫൻസ് സെക്ടർ. ബഡ്ജറ്റിൽ ഡിഫൻസ് സെക്ടറിന് ഗവൺമെൻറ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സിഗ്നൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ടോട്ടൽ ഡിഫൻസ് ഔട്ട്ലേ ആയി വന്നിരിക്കുന്നത് 7.85 ലക്ഷം കോടി രൂപയാണ്. അതായത് 15% ഗ്രോത്താണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ക്യാപിറ്റൽ ഔട്ട്ലേ ഫോർ ആംഡ് ഫോഴ്സസിൽ 21.8% വർധനവും വന്നിരിക്കുന്നു. ഏതായാലും ഡിഫൻസ് സ്റ്റോക്കുകളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ബെല്ല്, HAL, സോളാർ ഇൻഡസ്ട്രീസ് എന്നീ കമ്പനികളെ സംബന്ധിച്ച് ലോങ് ടേമിലേക്ക് തികച്ചും പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. ഏതായാലും ലോങ് ടേമിലേക്ക് ഈ ഒരു ബഡ്ജറ്റ് പോസിറ്റീവ് ആവാനുള്ള സാധ്യത തന്നെയാണുള്ളത്. പക്ഷേ STT ചാർജിലൊക്കെയുള്ള ഈ ഒരു വർധനവ് അതിപ്പോൾ ഷോർട്ട് ടേമിൽ ഒരു കറക്ഷൻ ഉണ്ടാക്കും എന്നുള്ള കാര്യം തന്നെയാണ് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ?
ചിട്ടികളിലോ ബാങ്ക് നിക്ഷേപങ്ങളിലോ പണം ഇടുന്നതിനേക്കാൾ മികച്ച ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾക്ക് നൽകുന്നത്. ദീർഘകാല സമ്പത്ത് സൃഷ്ടിക്കാൻ മ്യൂച്വൽ ഫണ്ടുകൾ മികച്ച ഒരു മാർഗമാണ്. അത് SIP വഴിയും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ആയും ഒക്കെ ചെയ്യാവുന്നതാണ്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം ആരംഭിക്കാൻ NISM സർട്ടിഫൈഡ് ARN ലൈസൻസ് ഉള്ളതുമായ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറുടെ സഹായം ഇനി നിങ്ങൾക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കും നിക്ഷേപം ആരംഭിക്കാനും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. അടുത്തതായി ഗ്ലോബൽ മാർക്കറ്റുകളിൽ ആദ്യം US മാർക്കറ്റുകൾ. S&P 500-ൽ 100-ലധികം കമ്പനികളുടെ റിസൾട്ട് വരുന്ന ഒരാഴ്ചയാണ്. അതിൽ തന്നെ പ്രധാനപ്പെട്ടതായി കാണാൻ കഴിയുന്നത് ആമസോൺ, ആൽഫബറ്റ്, ഡിസ്നി തുടങ്ങിയ കമ്പനികളുടെ റിസൾട്ടുകളാണ്. കൂടാതെ US ജോബ്സ് റിപ്പോർട്ട് വെള്ളിയാഴ്ചയാണ് പുറത്തു വരുന്നത്. വലിയ ഒരു വാർത്ത എന്ന് പറയുന്നത് ബിറ്റ്കോയിനിലെ വാർത്ത തന്നെയാണ്. $80,000 താഴെയായിട്ട് ഇടിഞ്ഞിരിക്കുന്നു. ഇനി ഇന്നിപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്ന US ഫ്യൂച്ചേഴ്സ് ഇടിവിലാണ്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്ന ഏഷ്യൻ വിപണിയിലേക്ക് വന്നാൽ കോസ്പി മാർക്കറ്റ് 1.28% ഇടിവിൽ ട്രേഡ് ചെയ്യുമ്പോൾ ജപ്പാൻ മാർക്കറ്റ് നിക്കി 1.10% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 24,916 എന്ന നിലയിൽ 130 പോയിന്റ്സ് ഉയർന്നാണ്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 60 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഗോൾഡ് പ്രൈസുകളിലേക്ക്. ഡൊണാൾഡ് ട്രംപിൻ്റെ പുതിയ ഫെഡറൽ റിസർവ് ചെയർമാൻ്റെ നോമിനേഷന് ശേഷം വലിയ ഇടിവാണ് ഗോൾഡ് സിൽവർ പ്രൈസുകളിൽ വന്നിരിക്കുന്നത്. ഗോൾഡ് പ്രൈസുകൾ ഇപ്പോഴും 2.5% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു ഇടിവ് നമുക്ക് ക്രിപ്റ്റോ കറൻസിയിലും കാണാം. ബിറ്റ്കോയിൻ $80,000 താഴെയായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ $77,000 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി മാർക്കറ്റ് വീക്കാണ് എന്നുണ്ടെങ്കിൽ പൊതുവിൽ വീക്കാണ് എന്ന് കണക്കാക്കരുത്. മാർക്കറ്റിൽ നിരവധി സെഗ്മെൻറ്റുകൾക്ക് പോസിറ്റിവിറ്റി നൽകാൻ കഴിയുന്ന ഒരു ബഡ്ജറ്റ് തന്നെയായിരുന്നു കഴിഞ്ഞത്. അത്തരത്തിൽ കൂടുതലായിട്ട് അനലൈസ് ചെയ്ത് നല്ല നല്ല സ്റ്റോക്കുകളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഞങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട് എങ്കിൽ തൊട്ട് താഴെ ഇവിടെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ. ഇനി സ്റ്റുഡൻസിന് ഒത്തിരിയേറെ ഉപകാരപ്രദമാവാൻ സാധ്യതയുള്ള ഒത്തിരിയേറെ കണ്ടൻസ് അടങ്ങിയിട്ടുള്ള വീഡിയോ സീരീസ് നമ്മളിപ്പോൾ നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോസിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. ഇനി ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് കമ്പനികൾ: ഹുണ്ടായ് മോട്ടോർ ഇന്ത്യ, ഇൻഡസ് ടവേഴ്സ്, PB ഫിൻടെക്, ആർത്തി ഇൻഡസ്ട്രീസ്, എക്സോ നോബൽ ഇന്ത്യ, ആത്തർ എനർജി, ആഫിസ് സ്പേസ് സൊല്യൂഷൻസ്, ബജാജ് ഹൗസിംഗ് ഫിനാൻസ്, ചാലറ്റ് ഹോട്ടൽസ്, സിറ്റി യൂണിയൻ ബാങ്ക്, മഹീന്ദ്ര ലൈഫ് സയൻസ് ഡെവലപ്പേഴ്സ്, ഒലക്ട്ര ഗ്രീൻ ടെക്, PG ഇലക്ട്രോപ്ലാസ്റ്റ്, റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ടാറ്റ കെമിക്കൽസ്, തെർമാക്സ്, UPL, ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്ക് തുടങ്ങിയവയാണ്. അടുത്തതായി ഇനി ഒരു മന്ത്ലി ഓട്ടോ സെയിൽസ് ഡാറ്റയിലേക്കാണ്. ഹീറോ മോട്ടോകോപ്പ് എന്ന കമ്പനിയാണ്. ടോട്ടൽ സെയിൽസിൽ 26% വർധനവാണ് വന്നിരിക്കുന്നത്. 5.57 ലക്ഷം യൂണിറ്റിലാണ് ടോട്ടൽ സെയിൽസ് ഉള്ളത്. ഡൊമസ്റ്റിക് സെയിൽസിൽ 26.1% നല്ല ഒരു വളർച്ച രേഖപ്പെടുത്തിയിരിക്കുന്നു. 5.20 ലക്ഷം യൂണിറ്റിലാണ് ഡൊമസ്റ്റിക് സെയിൽസ് ഉള്ളത്. എക്സ്പോർട്സിൽ 23.5% വർധന വന്നു. 37,663 യൂണിറ്റിലാണ് എക്സ്പോർട്ടുകൾ ഉള്ളത്. മികച്ച ഒരു മന്ത്ലി സെയിൽസ് റിപ്പോർട്ട് തന്നെയായിരുന്നു അത്. അടുത്തതായി FID ആക്ടിവിറ്റിയിലേക്കാണ്. ഇന്നലെ FISും DISും സെല്ലിങ്ങിലേക്ക് പോയ ദിവസമായിരുന്നു. FIS 588 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തു. DIS ആവട്ടെ 683 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്തത്. ഇന്നലെ ബഡ്ജറ്റിലെ ഹൈ വൊളറ്റൈൽ ആയിട്ടുള്ള സെഷന് ശേഷം നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത് 24,825-ൽ 593 പോയിന്റ്സ് ഇടിഞ്ഞാണ്. നിഫ്റ്റിയിൽ നമ്മൾ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഈ ട്രെൻഡ് ലൈനിൽ ഏകദേശം 3ാമത്തെ പ്രാവശ്യമാണ് നിഫ്റ്റി ഇപ്പോൾ ടച്ച് ചെയ്യുന്നത്. ലോവർ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു ലെവലിൽ ടച്ച് ചെയ്തതിന് ശേഷം നല്ലൊരു പുൾ ബാക്ക് ലഭിച്ചതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ആ ഒരു പുൾ ബാക്ക് അപ്സൈഡിലെ വളരെ പ്രധാനപ്പെട്ട ലെവലിൽ ടച്ച് ചെയ്തതിന് ശേഷമാണ് പിന്നീട് ഡൗൺ ആവുന്നത്. നിഫ്റ്റി ആ സപ്പോർട്ട് എടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലായിരുന്നു. ഇനി ഡൗൺ സൈഡിൽ വളരെ പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുള്ളത് 24,445 ഏതായാലും ഓവറോൾ ട്രെൻഡ് വളരെ ബിയറിഷായി തന്നെ തുടരുന്നു. കാരണം ഇപ്പോൾ എല്ലാ പ്രധാനപ്പെട്ട കീ മൂവിംഗ് ആവറേജുകൾക്കും താഴെയായിട്ടാണ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 20, 50, 100, 200 ഡേ EMAകൾക്ക് താഴെയായിട്ട് ട്രേഡ് ചെയ്യുന്നു. ഇനി വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,800-ഉമാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 58,417-ൽ 1,540 പോയിന്റ്സിൻ്റെ വലിയ ഇടിവാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായത്. ഏകദേശം 2.5% മുകളിൽ
ഇടിയുകയുണ്ടായി. ബാങ്ക് നിഫ്റ്റിയിൽ ഇനി നമ്മൾ ഡൗൺ സൈഡിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സോൺ എന്ന് പറയുന്നത് 57,350 മുതൽ 57,650 വരെയുള്ള ആ ഒരു സോൺ തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു സോണിന് തൊട്ടരികെ നിന്ന് നല്ലൊരു റിവേഴ്സൽ ബാങ്ക് നിഫ്റ്റിക്ക് ലഭിച്ചിരുന്നു. അത് ഏകദേശം നമ്മൾ പറഞ്ഞ അപ്സൈഡിലെ 58,598 സമീപത്തായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും മറ്റൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം നിഫ്റ്റിയെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ കഴിയുന്നത് ഇപ്പോൾ പ്രധാനപ്പെട്ട 20-50 EMIകൾക്ക് താഴെയായിട്ട് മാത്രമാണ് ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. ബാക്കി 100-200 EMIകൾക്ക് മുകളിലായിട്ടുമാണ് ട്രേഡ് ചെയ്യുന്നത്. അത് പോസിറ്റീവായിട്ട് തന്നെ കാണാം. ഏതായാലും അപ്സൈഡിൽ നമ്മൾ പറഞ്ഞ ആ ഒരു ലെവൽ തന്നെയാണ് പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുള്ളത്. ഇനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 58,500ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 58,000ഉമാണ്. ഇനി വരും ദിവസങ്ങളിൽ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ടുമുകളിലെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയയ്ക്കുക. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.